നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് പോവുകയാണ്. BDJSന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. ഇടുക്കി, കോട്ടയം മണ്ഡലങ്ങളിലേക്കുള്ള BDJS സ്ഥാനാർത്ഥികളെ തുഷാർ വെള്ളാപ്പള്ളി പ്രഖ്യാപിക്കുന്ന തത്സമയം. പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ടു മുമ്പ് ഇന്ന് വൈകുന്നേരം ചെയ്യാമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇന്നലെ പ്രൈം മിനിസ്റ്റർ വന്ന വേദി വെച്ചിട്ട് സുരേന്ദ്രൻജി എൻ്റെ അത് പറഞ്ഞതുകൊണ്ട് രാവിലെ പ്രസ് റിലീസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കോട്ടയത്താണ് ഞാൻ മത്സരിക്കുന്നുള്ള പ്രസ് റിലീസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ 4 സ്ഥാനാർത്ഥികളാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആ 4 പേരുടെയും പേരുകൾ ഡിക്ലെയർ ചെയ്ത് 2 പേര് ഓൾറെഡി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ 2 പേര് ഇപ്പോൾ ഇതിനു മുമ്പ് തന്നെ അത്യാവശ്യം കാണേണ്ട എല്ലാവരുമായി ഞാൻ മീറ്റ് ചെയ്തിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ആയി സജീവം. ഇന്നു മുതൽ ബാക്കിയുള്ളവരെല്ലാം ഇലക്ഷൻ പ്രചരണം 18-ാം തീയതി കോട്ടയത്ത് എൻ്റെ ലോഞ്ചിങ് ചെയ്യാനുള്ള 18-ാം തീയതിയാണ് സമ്മേളനം. 4 മണിക്കാണ് വെച്ചിരിക്കുന്നത്. 20-ാം തീയതിയോടുകൂടെ വക്കീലിൻ്റെത് ഇടുക്കിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതുവരെയുള്ള ഞങ്ങൾ BDJSന്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. ചോദിക്കാം. ഇല്ല, ഞങ്ങൾ ഓൾറെഡി കഴിഞ്ഞ 6 മാസക്കാലം വേണ്ടി വർക്കിലാണ് ഓൾറെഡി. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ ഡിക്ലെയർ ചെയ്തില്ല എങ്കിലും ഞങ്ങൾ താഴെത്തട്ടിലുള്ള വർക്കുകൾ കഴിഞ്ഞ 6 മാസം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുമായി ഞാൻ കുറേ ദിവസങ്ങളായി ഞാൻ തന്നെ ഡയറക്റ്റ് പേഴ്സണലി മീറ്റ് ചെയ്തിട്ടുണ്ട്. കോട്ടയത്ത് 100% ജയിക്കാൻ കഴിയും NDAക്ക് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. സാഹചര്യം ഒരുപാടുണ്ടല്ലോ. കാരണം ഇപ്പൊ റബ്ബർ വില നിങ്ങളിത് പരിശോധിച്ചാൽ നരേന്ദ്രമോദി സർക്കാർ വന്ന കാലത്തൊന്നും അല്ല റബ്ബറിന് വില താഴെ പോയത്. അതിനു മുമ്പ് ഇവിടെ MP മാരുണ്ടായിരുന്ന അതേ സമയത്ത് അവിടെ വില താഴെ പോവുകയും അത് ഇതുവരെ 1 രൂപ കൂട്ടുവാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഈ പറയുന്ന കേരളത്തിലെ ആലപ്പുഴ ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളിലും റബ്ബർ വലിയ രീതിയിലുള്ളതാണ്. ഈ 19 MP മാരും പലപ്പോഴും നിങ്ങളെ കണ്ടതുപോലെ റബ്ബർ ഷീറ്റ് എടുത്ത് കൊടുക്കുകയും പിടിക്കുകയും ചെയ്തതല്ലാതെ ഗവൺമെന്റിൽ ഇൻഫ്ലുവൻസ് കൃത്യമായ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചോളം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞാൻ ഈ കാര്യം വളരെ വ്യക്തമായി പ്രൈം മിനിസ്റ്ററുടെ അടുത്തും അമിത് ഭായിയുടെ അടുത്തും നഡ്ഡാജിയുടെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ റബ്ബർ ബോർഡിന്റെ വൈസ് ചെയർമാനായിട്ടിരിക്കുന്നത് BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ്. അത് എല്ലാവരും കൂടി ആലോചിച്ച് തീർച്ചയായും റബ്ബറിന്റെ വില 250 രൂപയാക്കാൻ കഴിയും എന്നുള്ളൊരു യാതൊരു സംശയമില്ല. അത് ഇവിടുത്തെ മുഴുവൻ റബ്ബർ കർഷകർക്കും, പ്രത്യേകിച്ച് ഞാനും റബ്ബർ കർഷകനാണ്, എന്താണ് റബ്ബർ എന്നുള്ളതിനെ കുറിച്ച് നല്ലവണ്ണം അറിയാവുന്ന ആളാണ്. റബ്ബർ കർഷകരെ സംബന്ധിച്ചോളം ഈ പറയുന്ന പരിഹാരം കാണാൻ ഇന്ത്യയിൽ ഏതാണ് ഭരണത്തിൽ വരാൻ വേണ്ടി പോകുന്നത് നരേന്ദ്രമോദി സർക്കാരാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒരാൾക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ 250 രൂപയാക്കി എടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായില്ല. ആ വിശ്വാസം തന്നെ ഇവിടെ സാധാരണ ജനങ്ങൾക്കുണ്ടാവും. അതിനെ കൊണ്ട് തന്നെ തീർച്ചയായും ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെ ഉള്ളതാണ്. ഉറപ്പുകൾ കിട്ടിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ വില വ്യത്യാസം വരാൻ, അതിനുള്ള ഡിസ്കഷനുകളും വില വ്യത്യാസം വരാൻ തുടങ്ങിയില്ല. ഇപ്പൊ തന്നെ ഞാൻ ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്. കാര്യം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ. കോട്ടയം, ഇടുക്കി മണ്ഡലങ്ങളിലേക്കുള്ള BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയും ഇടുക്കിയിൽ സംഗീത വിശ്വനാഥനും മത്സരിക്കും.